നമസ്കാരം. പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. സെന്റ് മേരി മേജർ ബസലിക്കയിൽ ഇനി അന്ത്യവിശ്രമം. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ. ഇന്ത്യയുടെ ആദരമർപ്പിച്ച് രാഷ്ട്രപതി. പാകിസ്ഥാനെതിരെ നയതന്ത്ര നീക്കം ശക്തമാക്കി ഇന്ത്യ. പഹൽഗാം ഭീകരതയിൽ പാക് ബന്ധം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. 13 രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ച് പ്രധാനമന്ത്രി. जो सस्पेक्ट है पहलगाम टेरर अटैक में एहसान शेख का भी नाम आ रहा है, तो आज यहाँ पर ये कार्रवाई अंजाम दी गई है. ये डेब्रिस पे तब्दील किया गया है. आईडी ब्लास्ट में पूरा मकान इस वक्त मलबे में तब्दील हो गया है. കശ്മീരിൽ കൂടുതൽ ഭീകരരുടെ വീടുകൾ തകർത്തു. നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. വെടിനിർത്തൽ കരാർ ലംഘിച്ചു. പൂർണ്ണ സജ്ജമെന്ന് ഇന്ത്യൻ കരസേന. ബങ്കറുകൾ സജ്ജമാക്കി ഗ്രാമവാസികൾ. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് അമേരിക്ക. 2 രാജ്യങ്ങളുമായി നല്ല ബന്ധമെന്ന് ഡൊണാൾഡ് ട്രംപ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. വെള്ളം നൽകുന്നത് തടഞ്ഞാൽ ചോര വീഴുമെന്ന് പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. ടി വീണയ്ക്ക് കുരുക്കായി സ്വന്തം മൊഴി. CMRLന് സേവനം നൽകിയിട്ടില്ലെന്ന് മൊഴി നൽകിയതായി SFIO റിപ്പോർട്ട്. മൊഴി നൽകിയിട്ടില്ലെന്ന് വീണ നിഷേധിച്ച മുഹമ്മദ് റിയാസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാമിനെതിരെ കേസ്. തിരുവനന്തപുരം CBI കോടതിയിൽ FIR സമർപ്പിച്ചു. സംഭവം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. എബ്രഹാമിനെ പിന്തുണച്ച് CPM. DGP റാങ്കിലേക്ക് മനോജ് എബ്രഹാം ഫയർഫോഴ്സ് മേധാവിയായി നിയമിച്ചു. സ്ഥാനക്കയറ്റം. K പത്മകുമാർ വിരമിച്ച ഒഴിവിൽ. ക്രമസമാധാന ചുമതല ആർക്കെന്നതിൽ വ്യക്തതയില്ല. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവര് എല്ലാവരും ദുരന്തബാധിതർ തന്നെയാണോ എന്നത് ഇപ്പോൾ ഉറപ്പില്ല. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. വയനാട്ടിൽ ലീഗ് നിർമ്മിക്കുന്ന വീടുകൾ ദുരന്തബാധിതർക്ക് തന്നെയാണോ എന്ന് സംശയം. ലീഗ് സർക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ദൗർഭാഗ്യകരം. മാധ്യമങ്ങളെ ഒഴിവാക്കി മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ന്യൂസ് 18. IPL-ൽ ഇന്ന് പഞ്ചാബ് കൊൽക്കത്ത പോരാട്ടം. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ കൊൽക്കത്തയ്ക്ക് ജയം അനിവാര്യം. മത്സരം രാത്രി 7:30 ഈഡൻ ഗാർഡനിൽ. വിശദമായ വാർത്തയിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI കേസെടുത്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. FIR ഇന്ന് തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിക്കും. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് CBI നടപടി. മുംബൈയിലെ 3 കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തെ 1 കോടിയുടെ അപ്പാർട്ട്മെന്റ്, കൊല്ലം കടപ്പാക്കടയിലെ 8 കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം KM എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണെന്നാണ് പരാതിക്കാരനായ ജോമോൻ പുത്തമ്പുരക്കലിന്റെ ആരോപണം. പരാതി ആദ്യം അന്വേഷിച്ചത് വിജിലൻസ് ആയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ വിജിലൻസിന് നിശിത വിമർശനവും കേൾക്കേണ്ടി വന്നു. KM എബ്രഹാമിന് എതിരായ CBI അന്വേഷണം പ്രതിപക്ഷവും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി. അതേസമയം KM എബ്രഹാമിനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളതാണെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമോ എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നും രാജീവ് പറഞ്ഞു. അതിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ. നിയമപരമായിട്ടുള്ള ചിലത് കൂടി നടക്കുന്നുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വ്യക്തമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യക്തമാക്കാവുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരും. ഇപ്പോൾ കോടതി ഒരു ഘട്ടമല്ലല്ലോ, അതിന് മുകളിലേക്കുള്ള ഇതിൽ അദ്ദേഹം പോയിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം.
കെ.എം. എബ്രഹാമിനെ പിന്തുണച്ച് ഇ പി ജയരാജനും രംഗത്ത് വന്നു. ഇപ്പോഴുള്ളത് ആരോപണം മാത്രമാണെന്നും ആരോപണത്തിന്റെ പേരിൽ ഒരാളെ കുറ്റക്കാരനാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാളുടെ പേരിൽ കുറ്റം ആരോപിച്ചാൽ അയാൾ കുറ്റവാളിയല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ഇപ്പോഴുള്ളത്. ആ കാര്യങ്ങളെല്ലാം വിശദമായി ഗവൺമെന്റ് പരിശോധിക്കും. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികളിലേക്ക് CBI കടക്കും. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ വൈകാതെ ഉണ്ടാകും. ന്യൂസ് 18 കൊച്ചി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സ്വന്തം മൊഴി കുരുക്കാകുന്നു. CMRLന് സേവനം നൽകിയിട്ടില്ലെന്നാണ് വീണയുടെ മൊഴി. SFIO അന്വേഷണ റിപ്പോർട്ടിലാണ് മൊഴിയുടെ വിശദാംശങ്ങളുള്ളത്. സേവനം നൽകിയിട്ടില്ലെന്ന് CMRL ഉദ്യോഗസ്ഥർ മൊഴി നൽകിയതായും SFIOയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വാർത്ത നിഷേധിച്ച് വീണ വിജയൻ രംഗത്തെത്തി. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്ന ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് വീണ വിജയന്റെ മൊഴി. ചെന്നൈ ഓഫീസിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് വീണയുടെ നിർണായക മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. വീണയുടെ എക്സാലോജിക് കമ്പനി ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് IT വിഭാഗം മേധാവിയും മറ്റു ഉദ്യോഗസ്ഥരും മൊഴി നൽകിയിട്ടുണ്ടെന്നും SFIO കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. IT കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ വീണ CMRLൽ നിന്ന് 2.78 കോടി സ്വീകരിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ചെയ്ത ജോലിക്ക് പണം വാങ്ങിയെന്ന രീതിയിലുള്ള വിശദീകരണങ്ങളാണ് വിവാദവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പ്രതിരോധം തീർക്കാൻ CPM ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത്തരം വാദങ്ങൾ പോലും ഇനി നിലനിൽക്കില്ല. വീണ വിജയൻ CMRLന് സേവനങ്ങൾ നൽകിയതിന്റെ തെളിവുകളൊന്നുമില്ലെന്ന് നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നുവെങ്കിലും മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് ഇപ്പോഴാണ്. എറണാകുളം സെഷൻസ് കോടതിയിൽ SFIO സമർപ്പിച്ച കുറ്റപത്രവും മൊഴിപ്പകർപ്പും എല്ലാം EDയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 72 സാക്ഷികളും 117 രേഖകളുമാണ് SFIOയുടെ കുറ്റപത്രത്തിലുള്ളത്. അതേസമയം ഇക്കാര്യങ്ങൾ നിഷേധിച്ച് വീണ വിജയൻ രംഗത്തെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. എന്നാൽ സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന മൊഴി നൽകിയിട്ടില്ലെന്നും വീണ വിജയൻ വ്യക്തമാക്കി. ചെയ്യാത്ത സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന് വീണ മൊഴി നൽകിയിട്ടില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. അസത്യമായ ഒരു വാർത്തയാണത്. അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ മൊഴി നൽകിയെന്ന് പറയുന്ന ആളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണോ പറഞ്ഞത് എന്നുള്ളത് എഴുതി അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ വാർത്തയാക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ അതിലിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മറുപടി പറയാൻ ഇല്ല. അസത്യമായ വാർത്തയാണ്. അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. കോടതിക്ക് മുമ്പാകെ DGP റാങ്കിലേക്ക് മനോജ് എബ്രഹാം. ഫയർഫോഴ്സ് മേധാവിയായി മനോജ് എബ്രഹാമിനെ നിയമിച്ചു. K. പത്മകുമാർ വിരമിച്ച ഒഴിവിലാണ് സ്ഥാനക്കയറ്റം. നേരത്തെ അജിത് കുമാറിനെ മാറ്റിയാണ് മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകിയത്. പോലീസ് മേധാവിയാകാനുള്ള സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നയാളാണ് മനോജ് എബ്രഹാം. കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നീക്കം ശക്തമാക്കി ഇന്ത്യ. 13 രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. സിന്ധു നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് ആവർത്തിച്ച ഇന്ത്യ പാകിസ്ഥാനെതിരായ നിലപാട് കടുപ്പിച്ചു. ഇന്ത്യ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറാണെന്നും പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഭീകരതയ്ക്കെതിരെ നടപടി തുടങ്ങിയ ഇന്ത്യ നയതന്ത്ര തലത്തിലും പാകിസ്ഥാനെതിരെ നീക്കം കടുപ്പിക്കുകയാണ്. 13 രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 30 രാജ്യങ്ങളുടെ അംബാസഡർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയും പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ബന്ധം ലോകരാജ്യങ്ങളെ ബോധിപ്പിച്ചു. സാങ്കേതികമായി ശേഖരിച്ച തെളിവുകളുടെ വിശദാംശങ്ങളാണ് ലോകരാജ്യങ്ങളെ അറിയിച്ചത്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന പാക് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചു. പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. വിഷയത്തിൽ പാക് രാഷ്ട്രീയ നേതൃത്വം പ്രകോപനം തുടരുകയാണ്. വെള്ളം മുടക്കിയാൽ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുകുമെന്നായിരുന്നു പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണം. സിന്ധു നദി പാകിസ്ഥാന്റേതെന്നും ബിലാവൽ ഭൂട്ടോ പ്രതികരിച്ചു. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നതിനിടെ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറെന്ന പ്രതികരണവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തു വന്നു. എന്നാൽ പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന പതിവ് നിലപാട് ഷഹബാസ് ആവർത്തിച്ചു. അതിനിടെ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായി സൗദിയും ഇറാനും രംഗത്തു വന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18.
പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 3 ലഷ്കർ ഭീകരരുടെ വീടുകൾ കൂടി തകർത്ത് സുരക്ഷാസേന. ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം 5ആയി. അതേസമയം നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടരുന്ന പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ജാഗ്രത തുടരുന്നതായും കരസേന പ്രതികരിച്ചു. ഭീകരർക്കെതിരായ നടപടി സുരക്ഷാസേന തുടരുകയാണ്. ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദിന്റെ ഷോപ്പിയാൻ ചോട്ടിപ്പാറയിലെ വീടും സാക്കിർ അഹമ്മദ് ഗനിയുടെ കുൽഗാം മദൽഹാമയിലെ വീടുമാണ് തകർത്തത്. 4 വർഷമായി ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമായ ഷാഹിദ് അഹമ്മദ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഭീകരനാണ് സാക്കിർ അഹമ്മദ് ഗനി. ഇന്നലെ ലഷ്കർ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കർ, ആസിഫ് ഷെയ്ഖ് അസ്ഹാൻ ഉൽ ഹക്ക് എന്നിവരുടെ വീടുകൾ അധികൃതർ തകർത്തിരുന്നു. जो सस्पेक्ट है पहलगाम टेरर अटैक में एहसान शेख का भी नाम आ रहा है, तो आज यहाँ पर ये कार्रवाई अंजाम दी गई है। ये डेब्रिस में तब्दील किया गया है। आईडी ब्लास्ट में पूरा मकान इस वक्त मलबे में तब्दील हो गया है। അതേസമയം നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 2ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ച് നിയന്ത്രണ രേഖയിൽ വിവിധയിടങ്ങളിലായിരുന്നു ആക്രമണം. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. പിന്നാലെ ഏതു സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന വീഡിയോ കരസേന സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും ചേർന്ന് പരിഹരിക്കും. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണെന്നും ട്രംപ് പറഞ്ഞു. പഹൽഗാമിൽ നടന്നത് തെറ്റാണെന്നും ട്രംപ് പ്രതികരിച്ചു. യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ രൂപപ്പെട്ടതോടെ രാജ്യത്തിന്റെ പ്രതിരോധ സേനകളും അതീവ ജാഗ്രതയിലാണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ കരസേനാ മേധാവി കശ്മീരിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഇതിനിടെ കശ്മീരിലെ വിവിധയിടങ്ങളിൽ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ജമ്മുകാശ്മീർ പോലീസും ആർമിയും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ഇതിനിടെ പഹൽഗാം സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച് തീവ്രവാദ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് രംഗത്തെത്തി. വിവരങ്ങളുമായി ടി.ജി. സജിത്താണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. സജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെയാണ്? അശ്വതി, അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അതിർത്തി മേഖലയിൽ ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സേന പൂർണ്ണ സജ്ജമാണെന്ന അറിയിപ്പുകൾ നൽകുന്നത്. 3 സേനകളും കര, നാവിക, വ്യോമ സേനകളും പൂർണ്ണ സജ്ജമായ സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി തന്നെ ഇക്കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ തന്നെ ഈ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങൾ എവിടെ, ആരുടെ വീടുകളിലാണ് തെരച്ചിൽ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രീനഗർ പോലീസ് അല്പസമയം മുമ്പ് പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് ആ മേഖലയിലെ വീടുകളിൽ നടത്തിയ തെരച്ചിലിന് വീഡിയോ ദൃശ്യങ്ങളാണ്. ഈ തരത്തിൽ പല മേഖലകളിലും തെരച്ചിൽ നടക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്നാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. നിരവധി തോക്കുകളും മറ്റ് ആയുധങ്ങളും അടക്കമാണ്, വെടിക്കോപ്പുകളും അടക്കമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ പലയിടങ്ങളിലായി വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ്. അത് ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഒപ്പം തന്നെ ആർമിയുടെയും സംയുക്ത സേനയാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടക്കുന്നത്. അനന്തനാഗ് ജില്ലയുടെ പല മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ ഒരു സംഘർഷം രൂപപ്പെട്ടതോടുകൂടി ജനങ്ങളും ആശങ്കയിലാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ശ്രീനഗറിലെ കശ്മീരിലെ അതിർത്തി മേഖലകളിൽ ബങ്കറുകളും മറ്റും ശക്തമാക്കി ജനങ്ങൾ കൂടുതൽ സുരക്ഷിതമായി ഇടങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. കാരണം ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇവരും സജ്ജമാവുകയാണ്. മുമ്പ് യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് ഈ ജനവാസ മേഖലയിൽ ഇത്തരം ബങ്കറുകളൊക്കെ ഒരുക്കി, വീടിനകത്തെ ബങ്കറുകൾ ഒരുക്കി അവിടേക്ക് ആളുകൾ മാറിയിരിക്കുന്നത്. ഇപ്പോഴും സമാനമായ സാഹചര്യം രൂപപ്പെടുന്നു എന്ന് ഗ്രാമവാസികൾ ഭയപ്പെടുന്നു. അതുകൊണ്ടുകൂടി തന്നെ ജനങ്ങൾ അത്തരം തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന ബങ്കറുകൾ വൃത്തിയാക്കി ശുചിയാക്കി അവിടേക്ക് മാറാനുള്ള ആലോചനകളും തയ്യാറെടുപ്പുകളുമാണ് ഇപ്പോൾ ജനങ്ങൾ
ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് കരസേനാ മേധാവി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ ദിവസം കശ്മീരിൽ കരസേനാ മേധാവി നടത്തിയ സന്ദർശന വിവരങ്ങളും മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളും പങ്കുവച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ തന്നെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി സജിത്. ഇന്ത്യക്കാരുടെ കഴുത്ത് വെട്ടുമെന്ന ഭീഷണിയുമായി ലണ്ടനിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥൻ. ഇന്ത്യൻ പൗരർ പാക് നയതന്ത്ര ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴാണ് പാക് ഉദ്യോഗസ്ഥന്റെ ഭീഷണി. ഇന്ത്യൻ സൈനികനായ അഭിനന്ദൻ വർദ്ധമന്റെ ചിത്രവും കയ്യിൽ പിടിച്ചാണ് പാക് ഉദ്യോഗസ്ഥൻ കഴുത്തുവെട്ടുമെന്ന് ആംഗ്യം കാണിച്ചത്. പുൽവാമ അറ്റാക്കിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ പിടിയിലായ അഭിനന്ദനെ ഇന്ത്യ മോചിപ്പിച്ചിരുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുണ്ടായ സ്ഫോടനത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ക്വറ്റയിലാണ് ആക്രമണം ഉണ്ടായത്. ബലൂച്ച് തലസ്ഥാനമായ ക്വറ്റയിലെ മാർഗ്രറ്റ് ചൌക്കിയിൽ സൈനിക വാഹനം IED ഉപയോഗിച്ച് തകർത്താണ് ആക്രമണം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം വിമതരുടെ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം കാലാട്ട് മേഖലയിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വൻ ലഹരിമരുന്ന് വേട്ട. കാരശ്ശേരി, കൊച്ചി, ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ നിന്നായി ഹൈബ്രിഡ് കഞ്ചാവും ബ്രൌൺ ഷുഗറും അടക്കം കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് പിടിച്ചത്. 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചിയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തത്. റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടിച്ചെടുക്കുകയായിരുന്നു. മലപ്പുറം സ്വദേശി ഷിബുവിനെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കാരശ്ശേരിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ നടന്ന പരിശോധനയിൽ ബ്രൌൺ ഷുഗർ കണ്ടെത്തി. അരിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ബ്രൌൺ ഷുഗർ. മലയോര മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ സിന്തറ്റിക് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത്. യുവാക്കളെയും അതിഥി തൊഴിലാളികളെയും ലക്ഷ്യം വെച്ചായിരുന്നു കച്ചവടം. അസം സ്വദേശികളായ ആഷിഖ്, ജുസ്ന ബീഗം എന്നിവരെ എക്സൈസ് സംഘം പിടികൂടി. കൊല്ലം ആര്യങ്കാവിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 12.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. തെങ്കാശിയിൽ നിന്നും കായംകുളത്തേക്കുള്ള ബസ് തടഞ്ഞായിരുന്നു എക്സൈസിന്റെ പരിശോധന. പാലക്കാട് സ്വദേശികളായ മുബഷീർ, പ്രജോഷ് എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് എറണാകുളത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. എറണാകുളത്തെ മൊത്ത വിതരണക്കാരന് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ലഹരി വ്യാപനം തടയുന്നതിനായി സംസ്ഥാനത്തെ വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. VS അച്യുതാനന്ദനെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കി. ഇന്ന് ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയാണ് പ്രത്യേക ക്ഷണിതാക്കളെ തീരുമാനിച്ചത്. പാലുളി മുഹമ്മദ് കുട്ടി, വൈക്കം വിശ്വൻ, MM മണി, KJ തോമസ്, P കരുണാകരൻ, AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരും പ്രത്യേക ക്ഷണിതാക്കളാണ്. കൊല്ലം സമ്മേളനത്തിന് പിന്നാലെ VS അച്യുതാനന്ദനെ ക്ഷണിതാവാക്കാത്തത് സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനമുണ്ടാകുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് പൊട്ടിത്തെറിയുണ്ടായത്. തനിക്ക് നേരെയുണ്ടായ ആക്രമണമാണെന്നും സംഭവത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വളരെ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന 2 വീട്ടുകാരും പുറത്തിറങ്ങി. അത്രയും വലിയ ശബ്ദത്തിലാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും പോലീസ് സംഭവ സ്ഥലത്തെത്തി. എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും വന്നു. അപ്പോൾ ഇവരും പോലീസുമായിട്ട് സംസാരിച്ചു. ജില്ലയുടെ അധ്യക്ഷനുണ്ട്, വിവിധ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് അധികാരികളുമായിട്ട് അവരെല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്.
ഭയന്ന് പിന്മാറുന്നവരല്ല ശോഭാ സുരേന്ദ്രനും BJPയും എന്ന് രാജീവ് ചന്ദ്രശേഖർ. ബോംബെറിഞ്ഞതിന് പിന്നിൽ കോൺഗ്രസുകാരായാലും CPMകാരായാലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാനം നിലനിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ മുഴുവൻ സമയ ആഭ്യന്തരമന്ത്രിയെ നിയമിക്കണം. സുരക്ഷിതമായ ജീവിതത്തിനുള്ള അവകാശം എല്ലാ മലയാളികൾക്കുമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി EP ജയരാജൻ. പടക്കം എവിടെയെല്ലാം പൊട്ടുന്നുണ്ട്, വിഷു കഴിഞ്ഞതല്ലേ ഉള്ളൂവെന്നും ശോഭയെക്കുറിച്ചൊന്നും അറിയില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. എവിടെയെല്ലാം പടക്കം പൊട്ടുന്നുണ്ട്. വിഷു അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും പടക്കം പൊട്ടു. ആ പടക്കമെല്ലാം പലതിൻ്റെ ഭാഗമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എനിക്ക് അവരെ അറിയില്ല. എനിക്കറിയാത്ത ഒരാളെക്കുറിച്ചും എനിക്ക് അവരെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ടൊരു കാര്യം സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ മൊഴിയെടുത്തു. ബത്തേരി പോലീസ് കണ്ണൂരിൽ സുധാകരന്റെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. MN വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച നിയമനക്കോഴയെക്കുറിച്ചാണ് K സുധാകരനിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചത്. നിയമനക്കോഴയുടെയും സാമ്പത്തിക വഞ്ചനയുടെയും വിശദാംശങ്ങൾ ആത്മഹത്യയ്ക്ക് മുമ്പ് NM വിജയൻ കത്തിലൂടെ K സുധാകരനെ അറിയിച്ചിരുന്നു. ഇതേ കാര്യങ്ങളാണ് NM വിജയന്റെ ആത്മഹത്യക്കുറിപ്പിലും പറയുന്നത്. കത്ത് അവഗണിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന ആരോപണവും ഉയർന്നിരുന്നു. കണ്ണൂർ നടാലിലെ വീട്ടിൽ 1.5 മണിക്കൂറാണ് സുധാകരന്റെ മൊഴിയെടുത്തത്. കത്തിന്റെ വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞതെന്നും നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പോലീസിനോട് പറഞ്ഞതെന്നും K സുധാകരൻ പ്രതികരിച്ചു. കേസിലെ പ്രതികളായ കോൺഗ്രസ് നേതാക്കളായ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. IT വ്യവസായ പാർക്കുകളിലെ ബാർ ലൈസൻസ് സുതാര്യമാക്കുമെന്ന് മന്ത്രി P രാജീവ്. ഇത്തരം സംവിധാനം വേണമെന്നുള്ളത് നയത്തിന്റെ ഭാഗമാണ്. ഇക്കാര്യം നേരത്തെ പ്രഖ്യാപിച്ചതാണെന്നും എന്നാൽ നടന്നുവരാൻ സമയമെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു. അത് നേരത്തെ തന്നെ നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിന്റെ ചട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. IT പാർക്കുകളിലും വ്യവസായ പാർക്കുകളിലും ഇത്തരം സംവിധാനങ്ങൾ വേണം എന്നുള്ളത് നയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും ഉള്ള സംവിധാനം തന്നെയാണ്. അപ്പോൾ അത് കേരളത്തിലും നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ലോകമെങ്ങുമുള്ള മനുഷ്യരെയും പ്രകൃതിയെയും അളവറ്റ് സ്നേഹിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഹൃദയഭേദകമായ വിട നൽകി ലോകം. ഫ്രാൻസിസ് ഒന്നാമന്റെ ഇച്ഛാനുസരണം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ വിശ്വാസികളെയും ശിഷ്യരെയും മാത്രമല്ല കലഹിച്ചവരെയും സാക്ഷിയാക്കിയായിരുന്നു അന്ത്യയാത്ര. കർദിനാൾ സംഘത്തിന്റെ ഡീൻ ജിയോവാനി ബാറ്റിസ്റ്റാരെയാണ് അന്ത്യശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. പാവങ്ങളുടെ പാപ്പയെ അവസാനമായി കാണാൻ 2 ലക്ഷത്തിലധികം വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ ആദരമർപ്പിച്ചു. 55 രാഷ്ട്രത്തലവന്മാരുൾപ്പെടെ 130 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടു. AKG സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. പൂരത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചെന്നും പങ്കെടുക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചതായും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ വന്നു. അദ്ദേഹത്തെ കണ്ടു. ഞങ്ങളുടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹത്തെ ക്ഷണിച്ചു. പൂരത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആശങ്കയുമില്ല. പ്രാവശ്യം വളരെ നല്ല രീതിയിൽ നടക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ആശങ്കകളൊക്കെ ഒഴിഞ്ഞു എന്ന് വേണം പറയാൻ. എല്ലാം നല്ല രീതിയിൽ നടക്കും. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കം ഭാഗികമായി പൂർത്തിയായതോടെ ചെറുവള്ളങ്ങൾ കടലിൽ ഇറങ്ങിത്തുടങ്ങി. എന്നാൽ മണൽ നീക്കം പൂർണ്ണതോതിൽ സാധ്യമായാൽ മാത്രമേ വലിയ മത്സ്യബന്ധന ബോട്ടുകൾക്ക് കടലിലിറങ്ങാൻ കഴിയൂ. കണ്ണൂരിൽ നിന്നെത്തിച്ച ഡ്രഡ്ജർ പൊഴിമുഖത്തേക്ക് പ്രവേശിപ്പിക്കാൻ നടപടി തുടരുകയാണ്. VV വിനോദിന്റെ റിപ്പോർട്ട്. മുതലപ്പുഴയിൽ മണൽ നീക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ ഡ്രഡ്ജർ ഇതിനുള്ളിൽ കയറ്റുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണുള്ളത്. ഇപ്പോൾ ഈ പ്രാഥമികമായി മണൽ നീക്കുകയും ചെറുവള്ളങ്ങൾ കടലിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ ബോട്ടുകൾ കടലിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ തീരക്കടലിൽ എത്തിയിട്ടുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഏതാണ്ട് 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലും ഒരു പാത ഉണ്ടാക്കിയാൽ മാത്രമേ ഈ മണൽപ്പരപ്പിലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന മണൽപ്പരപ്പ് അതിപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് ആഴം കൂട്ടിയതോടുകൂടി. പക്ഷേ ഇതിന് താഴെ വീണ്ടും മണൽത്തിട്ട നിലനിൽക്കുകയാണ്. ഈ മണൽത്തിട്ട പൂർണ്ണമായും ഒഴിവാക്കണമെങ്കിൽ വലിയ ഡ്രഡ്ജർ ഇതിനുള്ളിലേക്ക് കയറേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ രാത്രിയോടുകൂടിയോ ഡ്രഡ്ജർ
ഇതിനുള്ളിൽ പ്രവേശിക്കുമെന്നാണ് കരുതുന്നത്. 3 ദിവസം മുൻപാണ് കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിയത്. ഏതാണ്ട് 130 മീറ്റർ നീളത്തിലായിരുന്നു മണൽത്തിട്ട ഉണ്ടായത്. ചെറുവള്ളങ്ങൾക്ക് പോലും കടലിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഡ്രഡ്ജർ അത് മണിക്കൂറിൽ 400 ക്യൂബിക് മീറ്റർ മണൽ നീക്കം ചെയ്യാൻ ശേഷിയുള്ളതാണ്. നേരത്തെ ഏതാണ്ട് 6ഓളം ഹിറ്റാച്ചികളും അതോടൊപ്പം തന്നെ ചെറു ഡ്രഡ്ജറും ഉപയോഗിച്ചാണ് ഇവിടെ മണൽ നീക്കിയിരുന്നത്. ഒരു ദിവസം പരമാവധി 1000 ക്യൂബിക് മീറ്റർ മണൽ മാറ്റാനുള്ള ശേഷിയാണ് ചെറു ഡ്രഡ്ജറിനുണ്ടായിരുന്നത്. പക്ഷേ ഈ വലിയ ഡ്രഡ്ജർ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നതോടുകൂടി തന്നെ മണൽ നീക്കം വേഗത്തിലാക്കും. അതോടൊപ്പം വലിയ ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിന് കടലിൽ പോകാനുള്ള സാധ്യത തെളിയുകയും ചെയ്യും. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ മുഴുവൻ സമയ ഡയറക്ടറായി അനന്ത് അംബാനിയെ നിയമിച്ചു. അടുത്ത മാസം 1 മുതൽ 5 വർഷത്തേക്കാണ് നിയമനം. റിലയൻസ് ബോർഡിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് അനന്ത് അംബാനി എക്സിക്യൂട്ടീവ് റോൾ ഏറ്റെടുക്കുന്നത്. ജിയോ പ്ലാറ്റ്ഫോം, റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ്, റിലയൻസ് ന്യൂ എനർജി, റിലയൻസ് ന്യൂ സോളാർ എനർജി എന്നിവയുൾപ്പെടെയുള്ള റിലയൻസ് ഗ്രൂപ്പ് കമ്പനികളുടെയും ബോർഡുകളിലും അനന്ത് അംബാനി പ്രവർത്തിച്ചിട്ടുണ്ട്.